സിലബസിലെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ആദ്യത്തെ 10 റാങ്കിനകത്ത് വരാൻ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മുടെ ജോഗ്രഫിയുടെ സിലബസിൽ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആദ്യത്തെ 10 റാങ്കിനകത്ത് നമുക്ക് വരാൻ സാധിക്കുമെന്നുള്ളത് എടുത്തു പറയാൻ കാരണം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് കൈ വെക്കുക. തരുന്നിരിക്കുന്ന നോട്ടുകൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ എഴുതിയെടുക്കുക. യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഇതിൽ ഒരു കാര്യങ്ങളും നമുക്ക് വിട്ട് കളയാൻ പറ്റാത്ത അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഭൗമോപരിതലം ഒരു നിരപ്പായ പ്രതലമാണോ? അല്ല. ഉയർച്ചകളും താഴ്ചകളും ഗർത്തങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ കാണപ്പെടുന്നത്? അതെ, ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കം ചലനാത്മകമാണ് അല്ലെ? ആ ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഡൈനാമിക് ആണ്. ലംബതലത്തിലും തിരശ്ചീന തലത്തിലും ഭൂവൽക്ക ഭാഗങ്ങൾക്ക് ചലനം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും അത്തരം ചലനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചലനങ്ങൾക്ക് കാരണം എന്തായിരിക്കാം? ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും പ്രവർത്തിക്കുന്ന ചില ബലങ്ങളാണ്. ഈ ബലങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ബാഹ്യബലവും ആന്തരിക ബലവും. ബാഹ്യബലങ്ങളെ ബാഹ്യജന്യ ബലങ്ങളെന്നും ആന്തരിക ബലങ്ങളെ അന്തർജന്യ ബലങ്ങളെന്നും വിളിക്കുന്നുണ്ട്. എക്സോജനിക് ആൻഡ് എൻഡോജനിക്. നമ്മൾ പഠിക്കുന്നത് ഭൂമിയുടെ ഭൂരൂപ പ്രക്രിയകളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ഗർത്തങ്ങളും മലകളും കുന്നുകളും താഴ്വരകളും ഒക്കെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്, അതേപോലെ ഭൂരൂപ പ്രക്രിയകൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ നിരപ്പായ പ്രതലമല്ല എന്ന് പറയുന്നത്? അതിൽ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ട്. അതിന് കാരണം തിരശ്ചീന തലത്തിലും ലംബതലത്തിലും ഭൗമോപരിതലം അല്ലെങ്കിൽ ഭൂവൽക്കം ചലിക്കുന്നുണ്ട്, ഡൈനാമിക് ആണ്. ഇതിന് കാരണമായ രണ്ട് ബലങ്ങളാണ് ആന്തരിക ബലവും ബാഹ്യബലവും. ബാഹ്യബലങ്ങളെ ബാഹ്യജന്യ ബലങ്ങളെന്നും ആന്തരിക ബലങ്ങളെ അന്തർജന്യ ബലങ്ങളെന്നും വിളിക്കുന്നു. എക്സോജനിക് ആൻഡ് എൻഡോജനിക്. ഇത്രയും കാര്യങ്ങൾ ബേസായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ബാഹ്യബലങ്ങളൊക്കെ ഉത്ഭവിക്കുന്നത് ഭൂമിയുടെ വായുമണ്ഡലത്തിനുള്ളിലാണ്. ബാഹ്യബലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുറമേയുള്ള ബലങ്ങളാണല്ലേ. ആന്തരിക ബലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉള്ളിലുള്ള ബലമായിരിക്കും. അതായത് നമ്മുടെ ഭൂമിയുടെ അകത്തു നിന്ന് വരുന്ന ബലങ്ങളായിരിക്കും എന്ത്? ആന്തരിക ബലം എന്ന് പറയുന്നത്. ബാഹ്യബലം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറമേ നിന്നുള്ള ബലമാണെങ്കിൽ ആന്തരിക ബലം എന്തായിരിക്കും? ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള ബലമായിരിക്കും. ഈ ബാഹ്യബലങ്ങൾ ഉത്ഭവിക്കുന്നത് ഭൂമിയുടെ വായുമണ്ഡലത്തിനുള്ളിലാണ്. അതാണ് പുറമേയുള്ള ബലം. അതിന് കാരണമെന്ന് പറഞ്ഞാൽ സൗരോർജ ഫലമായിട്ടാണ് ഇത്തരം ഒരു ബലം ഉണ്ടാകുന്നത്. അതായത് സൗരോർജ ഫലമായിട്ടാണ് ഇത്തരം ബാഹ്യബലങ്ങൾ ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഇവ നിരന്തരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഈ ബാഹ്യബലങ്ങളെയാണ് നമ്മൾ ബാഹ്യജന്യ ബലങ്ങളല്ല അഥവാ എക്സോജനിക് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഈ ബാഹ്യബലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പുറമേ നിന്ന് കാണാൻ സാധിക്കുന്നവയാണ് ബാഹ്യബലങ്ങൾ അല്ലെ, പുറമേയുള്ള ബലങ്ങളാണ്. എന്നാൽ അന്തർജന്യ ബലങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആന്തരിക ബലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ നിന്നുള്ള ബലങ്ങളാണ്. അത് നമുക്ക് കാണാൻ കഴിയാത്ത ബലങ്ങളെയാണ് അന്തർജന്യ ബലങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബാഹ്യബലങ്ങളെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയെ. അപ്പൊ ഏതൊക്കെ ബലങ്ങളായിരിക്കും ബാഹ്യജന്യ ബലങ്ങളിനകത്ത് വരുന്നത്? അപക്ഷയം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ കാലാവസ്ഥാ ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ശിലകൾക്കുണ്ടാകുന്ന ഭൗതികവും രാസപരമായിട്ടുള്ള മാറ്റത്തെ അല്ലെങ്കിൽ ശിലകൾ വിഘടിക്കുകയും പൊടിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയാം അല്ലേ. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. അതേപോലെ ഭൂദ്രവ്യ ശോഷണം, അപരദനം, നിക്ഷേപണം, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അപരദനം എന്ന് പറഞ്ഞാൽ ഇറോഷൻ എന്താണെന്ന് നമുക്കറിയാലേ. ശിലാവശിഷ്ടങ്ങളെ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച് നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അത്, അല്ലെങ്കിൽ അത് വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് അപരദനം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറോഷൻ അല്ലെ. ശിലാവിഷ്ടങ്ങളെയും മണ്ണിനെയും കല്ലിനെയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. വിവിധ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് അവയെ ശിലാവിഷ്ടങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് അപരദനം എന്ന് പറയുന്നത്. നിക്ഷേപണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിപ്പോസിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ബലങ്ങളാണ്, ഭൗതിക ബലങ്ങളാണ് ഇവയെല്ലാം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം?
ബാഹ്യജന്യ ബലങ്ങളെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബാഹ്യജന്യ ഭൂരൂപ പ്രക്രിയകളെന്ന് വിളിക്കാം. അപ്പൊ ബാഹ്യജന്യ ബലങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപക്ഷയം, ഭൂദ്രവ്യ ശോഷണം, അപരദനം, നിക്ഷേപണം എല്ലാം ബാഹ്യബലങ്ങൾക്ക് ഉദാഹരണമാണ്. അന്തർജന്യ ബലങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെ നമുക്ക് പറയാം? വിരൂപണ ചലനങ്ങൾ, അല്ലെ? അതേപോലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ. വിരൂപണ ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കുവാനോ ഉയർത്തുവാനോ രൂപപ്പെടുത്തുവാനോ സഹായിക്കുന്ന എല്ലാ അന്തർജന്യ പ്രവർത്തികളെയും പ്രക്രിയകളെയും വിരൂപണ ചലനങ്ങൾ എന്ന് പറയും. ഇപ്പൊ വിരൂപണ ചലനങ്ങളൊക്കെ അന്തർജന്യ ഭൂരൂപ പ്രക്രിയകൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ അന്തർജന്യ ബലങ്ങൾക്ക് ഉദാഹരണമാണ്. നമുക്ക് കാണാൻ സാധിക്കാത്ത ബലമാണ് ഏത്? വിരൂപണ ചലനങ്ങൾ, അല്ലെങ്കിൽ ഡയസ്ട്രോഫിസോ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂവൽക്കത്തിലെ ഭാഗങ്ങളെ ചലിപ്പിക്കുവാനോ, നമ്മുടെ ഈ എർത്ത് ക്രസ്റ്റിന്റെ അടിയിൽ നമ്മൾ ലിത്തോസ്ഫിയറിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിഭാഗത്തെ ഉയർത്തുവാനോ ചലിപ്പിക്കുവാനോ രൂപപ്പെടുത്തുവാനോ ഒക്കെ സഹായിക്കുന്ന എല്ലാ അന്തർജന്യ പ്രക്രിയകളെയും നമുക്ക് എന്ത് പറയാം? വിരൂപണ ചലനങ്ങൾ അല്ലെങ്കിൽ ഡയസ്ട്രോഫിസോ എന്ന് പറയാം. ഓക്കെ. അതേപോലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, വോൾക്കാനിസം, ഇവയൊക്കെ എന്താണ്? അന്തർജന്യ ഭൂരൂപ പ്രക്രിയകൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ അന്തർജന്യ ബലങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആന്തരിക ബലങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അന്തർജന്യ ബലങ്ങളെക്കുറിച്ചും അതേപോലെ ബാഹ്യജന്യ ബലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരം ബലങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ ഓരോ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഭൂരൂപീകരണ പ്രക്രിയകൾക്ക് സഹായിക്കുന്ന പർവ്വതങ്ങളും മലകളും അതേപോലെ ഗർത്തങ്ങളും താഴ്വരകളും ഒക്കെ സൃഷ്ടിക്കാനും അതേപോലെ ഭൂമിയുടെ ഓരോ ഷേപ്പിന് കാരണമാകുന്ന, നമ്മുടെ ഭൂമിയുടെ ഷേപ്പിന് കാരണമാകുന്ന ഓരോ പ്രക്രിയകൾക്ക് കാരണമാകുന്ന ബലങ്ങളാണ് ബാഹ്യബലങ്ങളെന്നും ആന്തരിക ബലങ്ങളെന്നും. അതേപോലെ ആ ബാഹ്യബലങ്ങളും ആന്തരിക ബലങ്ങളും എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ബാഹ്യബലങ്ങൾ ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകളെ നിരപ്പാക്കുന്നുണ്ട്. അത് നമുക്കറിയാം അല്ലെ. ഈ ബാഹ്യബലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? അപക്ഷയമുണ്ട്, ഭൂദ്രവ്യ ശോഷണമുണ്ട്, അപരദനവും നിക്ഷേപണവും. ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകളെ നിരപ്പാക്കുകയാണ് ചെയ്യുന്നത്. അതായത് അപക്ഷയം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശിലകൾക്ക് പൊടിയുന്നു, അല്ലെ? ശിലകൾ പൊടിഞ്ഞിട്ട് അവ എന്ത് ചെയ്യുന്നു? മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ഉയർന്ന ഒരു സംഭവത്തെ ഇത് നിരപ്പാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതേപോലെ തന്നെ ഭൂദ്രവ്യ ശോഷണം. അപ്പോൾ നമ്മുടെ ഭൗമോപരിതലത്തിലുള്ള മണ്ണും കല്ലുകളും ഒക്കെ ശോഷിച്ച് അല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നു? നീങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം അവിടെ ഒരു കുഴിയുള്ള സ്ഥലത്തേക്കാണ് ഇത് പോകുന്നതെങ്കിൽ ആ കുഴി എന്താവുന്നു? അവിടെ നിരപ്പാക്കപ്പെടുന്നു. വളരെ ഉയരമുള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ അപക്ഷയവും ഭൂദ്രവ്യ ശോഷണവും സംഭവിക്കുന്നതെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് വളരെ താഴ്ചയുള്ള ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? ഇത് നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരേ നിരപ്പാവുന്നു. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളും ഗർത്തങ്ങളും നിരപ്പാക്കപ്പെടുന്നു. നിക്ഷേപണത്തിലൂടെ അവ എന്ത് ചെയ്യപ്പെടുന്നു? നികത്തപ്പെടുന്നു. മനസ്സിലായോ? ബാഹ്യബലങ്ങൾ ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകളെ നിരപ്പാക്കുന്നു. ഈ പ്രക്രിയയാണ് അപരദനം അല്ലെങ്കിൽ ധ്രുവീകരണം എന്ന് പറയുന്നത്, ഇറോഷൻ എന്ന് പറയും. ബാഹ്യബലങ്ങൾ ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകളെ നിരപ്പാക്കുന്നു. ബാഹ്യബലങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണ്? അപക്ഷയമുണ്ട്, അപരദനമുണ്ട്, നിക്ഷേപണമുണ്ട്, ഭൂദ്രവ്യ ശോഷണമുണ്ട്. ഇവയെല്ലാം എന്താ സംഭവിപ്പിക്കുന്നത്? താഴ്ന്ന പ്രദേശങ്ങളും ഗർത്തങ്ങളും ഒക്കെ നിരപ്പാക്കപ്പെടുകയാണ്. അതായത് വളരെ ഉയർന്ന സമതലത്തിൽ നിന്നോ പീഠഭൂമിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള അപക്ഷയവും ഭൂദ്രവ്യ ശോഷണവും ഒക്കെ സംഭവിച്ചുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇവയെ നീക്കം ചെയ്യപ്പെടുന്നു. കല്ലുകളെയും മണ്ണിനെയും ശിലാ പടലങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്തിട്ട് ഈ വലിയ ഗർത്തങ്ങളും കുഴികളും ഒക്കെ എന്താ ചെയ്യുന്നത്? നിരപ്പാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അന്തർജന്യ ബലങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് എന്ത് സംഭവിക്കും? അന്തർജന്യ ബലങ്ങൾക്ക് ഉദാഹരണം നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? വിരൂപണ ചലനങ്ങൾ, ഡയസ്ട്രോഫിസം, അതായത് ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കുവാനോ ഭൂമിയിൽ ഉള്ളിൽ നടക്കുന്നതാണ്. അന്തർജന്യ ബലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭൂമിക്കുള്ളിൽ നടക്കുന്നതാണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കുവാനോ ഉയർത്തുവാനോ രൂപപ്പെടുത്തുവാനോ ഒക്കെ സഹായിക്കുന്ന എല്ലാ അന്തർജന്യ പ്രക്രിയകളെയും വിരൂപണ ചലനങ്ങൾ അല്ലെങ്കിൽ ഡയസ്ട്രോഫിസം എന്ന് പറയാം. അപ്പൊ ഈ വിരൂപണ ചലനങ്ങൾ ഭൂമിക്കുള്ളിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ്? അത് അന്തർജന്യ ബലമാണ് അല്ലെങ്കിൽ അന്തർബലമാണ്, അല്ലെ? ആന്തരികമായിട്ടുള്ള ഒരു ബലമാണ്. അപ്പൊ അത്തരം ബലങ്ങൾ, വിരൂപണ ചലനങ്ങൾ, അതേപോലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എന്ത് സംഭവിക്കുന്നു? ഇത്തരം അന്തർജന്യ ബലങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഭൗമോപരിതലത്തിലെ ഭാഗങ്ങൾ ഉയർത്തപ്പെടുകയോ രൂപപ്പെടുകയോ ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അന്തർജന്യ ബലങ്ങൾ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു, ബാഹ്യജന്യ ബലങ്ങൾ ഭൂരൂപങ്ങൾക്ക് അപജയം വരുത്തുന്നു. ഇത്രയും നിങ്ങൾക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുക. അതായത് അന്തർജന്യ ബലങ്ങൾ, ആന്തരിക ബലങ്ങൾ, അവ എന്ത് ചെയ്യുന്നു? ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അതായത് വിരൂപണ ചലനങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ വഴി
നമ്മുടെ ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉയർത്തുകയോ ചെയ്യുന്നു. അപ്പം അന്തർജന്യ ബലങ്ങൾ എന്ത് ചെയ്യുന്നു? ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. ബാഹ്യജന്യ ബലങ്ങൾ ഭൂരൂപങ്ങൾക്ക് അപജയം വരുത്തുകയാണ് അല്ലെങ്കിൽ ശോഷണം സംഭവിപ്പിക്കുകയാണ്. വലിയ ഉയർന്ന ഒരു പ്രദേശത്തെ അതെന്ത് ചെയ്യുന്നു? നിരപ്പാക്കുന്നു. മറ്റു കുന്നുകളിൽ നിന്നൊക്കെ മണ്ണും കല്ലുമെല്ലാം എന്ത് ചെയ്യുന്നു? നേരെ പോയിട്ട് ഈ വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അവ നിരപ്പാക്കപ്പെടുന്നു. അപ്പൊ അവിടെ ശോഷണം സംഭവിക്കുന്നു. അപ്പൊ ബാഹ്യജന്യ ബലങ്ങൾ ഭൂരൂപങ്ങൾക്ക് അപജയം വരുത്തുന്ന ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഉയർത്തുവാനോ രൂപപ്പെടുത്തുവാനോ ഒക്കെ സഹായിക്കുന്ന അന്തർജന്യ പ്രക്രിയകളെയാണ് വിരൂപണ ചലനങ്ങൾ അല്ലെങ്കിൽ ഡയസ്ട്രോഫിസം എന്ന് പറയുന്നത്. ബാഹ്യജന്യ രൂപീകരണ പ്രക്രിയകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അപക്ഷയം, ഭൂദ്രവ്യ ശോഷണം, അപരദനം, നിക്ഷേപണം. ഇവ നാലുമാണ് ബാഹ്യജന്യ രൂപീകരണ പ്രക്രിയകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ്, ഭൂദ്രവ്യ ശോഷണം, അപരദനം, നിക്ഷേപണം. എന്താണ് അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് എന്ന് നോക്കാം. വിവിധ കാലാവസ്ഥാ ഘടകങ്ങൾ ഭൂമിയിലെ വസ്തുക്കളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് അപക്ഷയം എന്ന് പറയുന്നത്. വിവിധ കാലാവസ്ഥാ ഘടകങ്ങൾ, ഒരുപാട് കാലാവസ്ഥാ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഭൂമിയിലെ വസ്തുക്കളിൽ നടത്തുന്ന പ്രവർത്തനത്തെയാണ് അപക്ഷയം എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ സയൻസിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ അപക്ഷയം. 3 തരം അപക്ഷയം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ്, ഭൗതിക അപക്ഷയം മെക്കാനിക്കൽ വെതറിംഗ്, ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിംഗ്. ഇങ്ങനെ 3 തരത്തിലുള്ള അപക്ഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗമോപരിതലത്തിലെ ശിലകൾ സംലയനം, കാർബണീകരണം, ജലീകരണം, ന്യൂനീകരണം എന്നീ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു. ഇതിന്റെ ഫലമായി ശിലകളുടെ രാസപരമായ ഘടനയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. ശിലകൾ തകരുകയോ പൊടിയുകയോ ചെയ്യുന്നു. ഇതിനെയാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിലെ ശിലകൾ സംലയനം, കാർബണീകരണം, ജലീകരണം, ന്യൂനീകരണം ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ട് അതിന്റെ ഫലമായിട്ട് ശിലകളുടെ രാസപരമായ ഘടനയ്ക്ക് മാറ്റം സംഭവിക്കുകയോ ശിലകൾ തകരുകയോ പൊടിയുകയോ ചെയ്യുന്നു. ഇതിനെയാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത്. ആ പേര് തന്നെ ഉണ്ടല്ലേ. സംലയനം അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജലത്തിലും ആസിഡിലൊക്കെ എന്തെങ്കിലും വസ്തുക്കൾ ലയിച്ച് ചേരുമ്പം നമ്മളവ ലായനി എന്നാണ് വിളിക്കുന്നത്. ലായനി എന്ന് പറയും. അങ്ങനെ ജലവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചില കരപദാർത്ഥങ്ങൾ പൊടിയും അതുപോലെ തന്നെ ജലവുമായിട്ട് കലർന്ന് തരികളായിട്ട് തങ്ങിക്കിടക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലതാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ജലത്തിൽ ഇങ്ങനെ പൂർണ്ണമായിട്ടും ലയിച്ചങ്ങ് ചേരുകയും ചെയ്യും. ചുരുക്കത്തിൽ കരവസ്തുക്കൾ ജലവുമായോ ആസിഡുമായോ അലിഞ്ഞു ചേർന്ന് ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന, റിമൂവ് ആക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് സംലയനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു സംലയനം സംഭവിക്കുന്നത് രാസിക അപക്ഷയത്തിന് കാരണമാണ്. കാർബണീകരണം എന്ന് പറഞ്ഞാൽ കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും ശിലാധാതുക്കളുമായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് കാർബണീകരണം എന്ന് പറയുന്നത്. ഫെൽസ്പാർ കാർബണേറ്റ് ധാതുക്കൾ അവയുടെയൊക്കെ വിഘടനത്തെ സഹായിക്കുന്ന ഒരു സാധാരണ പ്രക്രിയയാണ് കാർബണീകരണം എന്ന് പറയുന്നത്. അത് എന്താണെന്നൊന്നും വിശദമായിട്ട് പഠിക്കണ്ട. അപ്പൊ സംലയനം, കാർബണീകരണം, അതുപോലെ ജലീകരണം, ഹൈഡ്രേഷൻ എന്ന് പറയും. അതായത് ജലധാതുക്കളുമായിട്ട് രാസപരമായിട്ട് സംയോജിക്കുന്നതിനാണ് ജലീകരണം അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ജലീകരണവും അതേപോലെ ന്യൂനീകരണവും, അതായത് റിഡക്ഷൻ എന്നൊക്കെ പറയും, ഓക്സീകരണം, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ന്യൂനീകരണം, ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു? ഇത്തരം രാസപ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മുടെ ഭൗമോപരിതലത്തിലെ ശിലകൾ വിധേയമാകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നു? രാസപരമായ ഘടനയ്ക്കൊക്കെ മാറ്റം സംഭവിക്കുകയും ശിലകൾ തകരുകയോ പൊടിയുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിനാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത്. കെമിക്കൽ വെതറിംഗ് നോക്കിയാൽ മതി. ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ബലകൃത അപക്ഷയം, ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ്. ഭൗതിക അപക്ഷയത്തിന് ഒരു പേരുടെ ഉണ്ട്, ബലകൃത അപക്ഷയം എന്നൊരു പേരുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ വെതറിംഗ് ഓർ മെക്കാനിക്കൽ വെതറിംഗ്. സങ്കോചം, വികാസം മൂലം ശിലകൾ വിഘടിക്കുന്നതിനെയാണ് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ബലകൃത അപക്ഷയം എന്ന് പറയുന്നത്. ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നു? സങ്കോചം ഉണ്ടാകാറുണ്ട്, അതുപോലെ വികാസം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ 2 ശക്തികൾ അല്ലെങ്കിൽ ഈ 2 പ്രതിഭാസങ്ങൾ വഴി എന്ത് ചെയ്യുന്നു? ശിലകൾ വിഘടിക്കുന്നതിനെയാണ് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ബലകൃത അപക്ഷയം, ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് സംഭവിക്കാം, താപവ്യതിയാനം, ശിലകളുടെ താപവ്യതിയാനം കൊണ്ട് സംഭവിക്കാം, ജലത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാം? ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ബലകൃത അപക്ഷയം ഉണ്ടാകാം. ജൈവിക അപക്ഷയം, ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവജാലങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ശിലകൾക്കുണ്ടാകുന്ന വിഘടനവും തകർച്ചയാണ് ജൈവിക അപക്ഷയം എന്ന് പറയുന്നത്. ജീവജാലങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഇടപെടൽ മൂലം സംഭവിക്കുന്ന അപക്ഷയമാണ് ജൈവിക അപക്ഷയം എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് അപരദനം? ഇറോഷൻ, അപരദനം. ശിലാവശിഷ്ടങ്ങളെ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അപരദനം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ശിലയുടെ അവശിഷ്ടങ്ങൾ, ശിലാവശിഷ്ടങ്ങൾ നമ്മൾ പറഞ്ഞു, ബാഹ്യജന്യ ബലങ്ങൾ
ആന്തരിക ബലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ബാഹ്യബലങ്ങൾക്ക് ഉദാഹരണം നമ്മൾ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു അല്ലെ? ഇറോഷൻ, അതായത് ശിലാവശിഷ്ടങ്ങളെ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അപരദനം എന്ന് പറയുന്നത്. ജലം, ഭൂഗർഭജലം, ഹിമാനികള്, കാറ്റ്, തിരമാലകള് ഇതൊക്കെ അപക്ഷയ പ്രവർത്തനത്തിലൂടെ രൂപം കൊണ്ട് ശിലാവശിഷ്ടങ്ങളെ വേർപെടുത്തി വഹിച്ചു കൊണ്ടുപോയി മറ്റു സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നു. അപ്പൊ അപരദനം അല്ലെങ്കിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലാവശിഷ്ടങ്ങളെ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അപരദനം എന്ന് പറയുന്നത്. അതിന് കാരണം ജലം, ഭൂഗർഭജലം, ഹിമാനികൾ, കാറ്റ്, തിരമാലകൾ എന്നീ അപരദന കാരകങ്ങൾ അപക്ഷയ പ്രവർത്തനത്തിലൂടെ രൂപം കൊണ്ട് ശിലാവശിഷ്ടങ്ങളെ വേർപെടുത്തി വഹിച്ച് കൊണ്ടുപോയിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നു. അതേപോലെ ഈ അപരദനത്തിനെയും വഹനം, നിക്ഷേപണം, ഡെപ്പോസിഷൻ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഗതികോർജ്ജമാണ്, കൈനറ്റിക് എനർജിയാണ്. നമുക്ക് അറിയാലോ, ഇത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. ഒരു വൺ വേർഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപരദനം, വഹനം, നിക്ഷേപണം. ഈ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഊർജ്ജം ഗതികോർജ്ജമാണ്, കൈനറ്റിക് എനർജിയാണ്. അതേപോലെ ഭൗമോപരിതലവുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുന്ന ബലം ഏതാണ്? അത് ഗുരുത്വാകർഷണ ബലമാണ്. ഇതൊക്കെ നമുക്കറിയാലോ, ഭൗമോപരിതലത്തിലെ വസ്തുക്കൾക്ക് ചലിക്കാൻ കഴിയുന്നത് ഗുരുത്വാകർഷണ ബലം മൂലമാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ നമ്മൾ വിരൂപണ ചലനങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? വിരൂപണ ചലനങ്ങൾ അല്ലെങ്കിൽ ഡയസ്ട്രോഫിസം ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കുവാനോ ഉയർത്തുവാനോ രൂപപ്പെടുത്തുവാനോ സഹായിക്കുന്ന എല്ലാ അന്തർജന്യ പ്രക്രിയകളെയും വിരൂപണ ചലനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ആൾറെഡി പറഞ്ഞു. വിരൂപണ ചലനങ്ങൾ എന്തുദാഹരണമായിരുന്നു എന്ന് പറഞ്ഞു? അന്തർജന്യ ഭൂരൂപ പ്രക്രിയകൾക്ക് അല്ലെങ്കിൽ അന്തർജന്യ ബലങ്ങൾക്ക്, ആന്തരിക ബലങ്ങൾക്കൊക്കെ ഉദാഹരണമാണ് ഈ വിരൂപണ ചലനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കില്ലാത്ത അന്തർജന്യ ബലങ്ങൾക്ക് ഉദാഹരണമാണ് വിരൂപണ ചലനം എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കുവാനോ ഉയർത്തുവാനോ രൂപപ്പെടുത്തുവാനോ സഹായിക്കുന്ന എല്ലാ അന്തർജന്യ പ്രക്രിയകളെയും നമ്മൾ വിരൂപണ ചലനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആ വിരൂപണ ചലനങ്ങൾക്ക് ഉദാഹരണം ഏതെന്ന് നമുക്ക് ചോദിക്കും. താഴെ തന്നിരിക്കുന്നതിൽ വിരൂപണ ചലനങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഏതെന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. അപ്പോൾ പർവ്വത രൂപീകരണ പ്രക്രിയകൾ, ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ, ഭൂകമ്പങ്ങൾ, ഫലകചലനങ്ങൾ ഇവയെല്ലാം വിരൂപണ ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു കാര്യമാണിത്. പർവ്വത രൂപീകരണ പ്രക്രിയകൾ, ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ, ഭൂകമ്പങ്ങൾ, ഫലകചലനങ്ങൾ ഇവയെല്ലാം വിരൂപണ ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. നമുക്കറിയാം പർവ്വത രൂപീകരണ പ്രക്രിയകൾ നമ്മുടെ അന്തർജന്യ ബലങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലെ? അതായത് നമുക്ക് കാണാൻ സാധിക്കില്ല, ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പർവ്വതം രൂപീകരിക്കുന്ന പ്രക്രിയ. അതുപോലെ ഒരു ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ, ഭൂകമ്പം, ഭൂമിക്കടിയിൽ നടക്കുന്ന അല്ലെ ഫലക ചലനങ്ങൾ, പ്ലേറ്റ് ടെക്ടോണിക്സ് ഇതെല്ലാം ഭൂമിക്കടിയിൽ നടക്കുന്നതുകൊണ്ട് അതിനെല്ലാം നമ്മൾ വിരൂപണ ചലനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പർവ്വത രൂപീകരണ പ്രക്രിയകൾ ഭൂവൽക്ക ഭാഗങ്ങൾ മടങ്ങി ഉയർന്ന് മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രക്രിയകളാണ് പർവ്വത രൂപീകരണ പ്രക്രിയകൾ. നമുക്കറിയാം ഭൂവൽക്ക ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? മടങ്ങി ഉയർന്ന്, മടക്ക് പർവ്വതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ഭൂവൽക്ക ഭാഗങ്ങളെ മടങ്ങി ഉയർന്ന് മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രക്രിയയാണ് പർവ്വത രൂപീകരണ പ്രക്രിയ എന്ന് പറയുന്നത്. ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയയോ ഭൂവൽക്കത്തിന്റെ വിശാല ഭാഗങ്ങളിൽ ഉയർച്ചകളോ ചുളിവുകളോ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയ. ഭൂവൽക്കത്തിന്റെ വിശാല ഭാഗങ്ങളിൽ ഉയർച്ചകളോ ചുളിവുകളോ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയ. ഭൂകമ്പം എന്താണ്? ഭൂവൽക്ക ഭാഗങ്ങളിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളെയാണ് നമ്മൾ ഭൂകമ്പം എന്ന് വിളിക്കുന്നത്. അതേപോലെ ഫലകചലനങ്ങൾ, പ്ലേറ്റ് ടെക്ടോണിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഭൂവൽക്ക ഫലങ്ങളുടെ തിരശ്ചീന ചലനങ്ങളാണ് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. അപ്പം വിരൂപണ ചലനങ്ങൾക്ക് ഉദാഹരണം മനസ്സിലാക്കി വെച്ചേക്കണം. പർവ്വത രൂപീകരണ പ്രക്രിയകൾ എന്താണ്? വിരൂപണ ചലനമാണ്. വിരൂപണ ചലനങ്ങളെല്ലാം തന്നെ എന്താണ്? ഡയസ്ട്രോഫിസം നമ്മൾ എന്തിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്? അന്തർജന്യ ബലങ്ങൾക്ക് ഉദാഹരണമായിട്ടാണ് പഠിച്ചത് അല്ലെ? നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. പർവ്വത രൂപീകരണ പ്രക്രിയകൾ, ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ, അതുപോലെ ഭൂകമ്പങ്ങൾ, ഫലകചലനങ്ങൾ ഇവയെല്ലാം എന്താണ്? അന്തർജന്യ ബലങ്ങൾക്ക് ഉദാഹരണം അല്ലെങ്കിൽ വിരൂപണ ചലനങ്ങൾക്ക് ഡയസ്ട്രോഫിസത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അതുപോലെ പർവ്വത രൂപീകരണ ചലനങ്ങളും ഈ ഭൂഖണ്ഡ രൂപീകരണ ചലനങ്ങളും നമ്മളെ വ്യത്യാസം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പർവ്വത രൂപീകരണം എന്ന് പറഞ്ഞാൽ പർവ്വത രൂപീകരണത്തിന് കാരണമാകുന്ന ചലനമാണ് പർവ്വത രൂപീകരണ ചലനങ്ങൾ. ഭൂഖണ്ഡ രൂപീകരണത്തിന് കാരണമാകുന്നതാണ് ഭൂഖണ്ഡ രൂപീകരണ ചലനങ്ങൾ. ഭൂവൽക്കത്തിൽ വലിയ തോതിലുള്ള രൂപമാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് പർവ്വത രൂപീകരണ ചലനം എന്ന് പറയുന്നത്. വലിയ തോതിലുള്ള രൂപമാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് പർവ്വത രൂപീകരണം. എന്നാൽ ഭൂവൽക്കത്തിൽ ചെറിയ തോതിലുള്ള രൂപമാറ്റങ്ങൾ മാത്രമേ ഭൂഖണ്ഡ രൂപീകരണങ്ങൾ സൃഷ്ടിക്കുന്നുള്ളൂ. അപ്പം അത് വലുതും ചെറുതും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഭൂഖണ്ഡ രൂപീകരണമാകുമ്പോൾ ചെറിയ തോതിലുള്ള രൂപമാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ
പർവ്വത രൂപീകരണ ചലനങ്ങൾ എന്താണ് വലിയ തോതിലുള്ള രൂപമാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ മടക്കുകൾ ഉണ്ടാക്കുന്നു. പർവ്വത രൂപീകരണ ചലനങ്ങൾ എന്താണ്? മടക്ക് പർവ്വതങ്ങൾ അല്ലെ, മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാക്കുന്നു. അതേപോലെ ഭൂവൽക്ക ഭാഗങ്ങളെ ഉയർത്തുകയാണ് ഭൂഖണ്ഡ രൂപീകരണ ചലനങ്ങൾ ചെയ്യുന്നത്. ഭൂഖണ്ഡ രൂപീകരണ ചലനം എന്ത് ചെയ്യുന്നു? മടക്കുകയല്ല, ഭൂവൽക്ക ഭാഗങ്ങളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് പഠിച്ച സമയത്ത് പഠിച്ചില്ല, ഉയർത്തുകയും താഴ്ത്തുകയും തെന്നി നീങ്ങുന്നവയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഭൂവൽക്ക ഭാഗങ്ങളെ ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്, ഭൂഖണ്ഡ രൂപീകരണ ചലനത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഇത് വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചോണം. പർവ്വത രൂപീകരണമാകുമ്പോൾ വലിയ തോതിലുള്ള രൂപമാറ്റം സൃഷ്ടിക്കുന്നുണ്ട്, ഭൂവൽക്കത്തിൽ മടക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഭൂഖണ്ഡ രൂപീകരണമാകുമ്പോൾ ചെറിയ തോതിലുള്ള രൂപമാറ്റമാണ് സൃഷ്ടിക്കുന്നത്, ഭൂവൽക്ക ഭാഗങ്ങളെ ഉയർത്തുന്നു. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം, കാരണം സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാതെ പണ്ടത്തെ കൂട്ട് വൺ വേർഡും പഠിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യണം? ഡീപ്പ് ലെവലിൽ തന്നെ പഠിച്ചു വേണം. പ്രത്യേകിച്ച് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്ന ഒരു ടോപ്പിക് എന്ന നിലയിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കോർ ചെയ്യാൻ പറ്റൂ, ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അല്ലാതെ നമ്മൾ കാണാപ്പാടോ വൺ വേർഡോ പഠിച്ചു പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ലിസ്റ്റ് വരാനോ അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ നമുക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ. അതുപോലെ എക്സ്ഫോളിയേഷൻ, ഈ ഒരു ടൈം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എക്സ്ഫോളിയേഷൻ മലയാളം ശിലാസ്തര വിഘടനം എന്നാണ്. ശിലാസ്തര വിഘടനം ഭൗതിക അപക്ഷയ പ്രക്രിയയിലൂടെ, അപക്ഷയം നമ്മൾ പഠിച്ചില്ലേ, വെതറിങ്. അപ്പൊ ഈ ഭൗതിക അപക്ഷയ പ്രക്രിയയുടെ ഫലമായി ശിലകളുടെ ഉപരിതല പാളികൾ അടർന്നു മാറുന്നതിനാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. എക്സ്ഫോളിയേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം. ഭൗതിക അപക്ഷയ പ്രക്രിയയിലൂടെ അതിന്റെ ഫലമായിട്ട് ശിലകളുടെ ഉപരിതല പാളികൾ അടർന്നു മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? അടർന്നു മാറുന്നതിനാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. താപവ്യതിയാനം മൂലമുള്ള വികാസവും സങ്കോചവും ഇതുണ്ടാകാനുള്ള ഒരു കാരണമാണെന്ന് മനസ്സിലാക്കുക. നമ്മളറിയാം, താപവ്യതിയാനം മൂലം നമുക്ക് ഭൗതിക അപക്ഷയം ഉണ്ടാകുന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പം ഇത്തരത്തിൽ താപവ്യതിയാനം മൂലമുള്ള വികാസവും സങ്കോചവുമാണ് എന്തിന് കാരണം? എക്സ്ഫോളിയേഷന് കാരണമെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഗ്രാനൈറ്റ് പോലെയുള്ള ശിലകൾ പൊട്ടിപ്പിളർന്നു പോകുമ്പം അവശേഷിക്കുന്ന ശിലാഭാഗത്തെയാണ് എക്സ്ഫോളിയേഷൻ ഡോം എന്ന് വിളിക്കുന്നത്. ഗ്രാനൈറ്റ് ഇല്ലേ, നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഗ്രാനൈറ്റ്. ഈ ഗ്രാനൈറ്റ് പോലെയുള്ള ശിലകൾ പൊട്ടിപ്പിളർന്നു പോകുമ്പോൾ അവശേഷിക്കുന്ന ശിലാഭാഗത്തെ എന്ത് വിളിക്കുന്നു? എക്സ്ഫോളിയേഷൻ ഡോം എന്ന് വിളിക്കുന്നു. കൂടാതെ ചെറുതും വലുതുമായ ധാരാളം ഉരുളൻ പാറകളും രൂപപ്പെടുന്നുണ്ട്. അതിനെ ടോറുകൾ എന്ന് വിളിക്കുന്നു. ഇതെല്ലാം പോയിന്റുകൾ എല്ലാം നോട്ട് ചെയ്യണം. ടെക്സ്റ്റിൽ എടുത്തു പറയുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത് വിട്ട് കളയരുത്. എക്സ്ഫോളിയേഷൻ ഡോം എന്താണ്? ഗ്രാനൈറ്റ് പോലെയുള്ള ശിലകൾ പൊട്ടിപ്പിളർന്നു പോകുമ്പം അവശേഷിക്കുന്ന ശിലാഭാഗമാണ് എക്സ്ഫോളിയേഷൻ ഡോം. ടോറുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റ് പോലെയുള്ള ശിലകൾ പൊട്ടിപ്പിളർന്നു പോകുമ്പം ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ഉരുളൻ പാറകളൊക്കെ രൂപപ്പെടുന്നുണ്ട്. ഇതിനെയാണ് ടോറുകൾ എന്ന് പറയുന്നത്. ഉരുളൻ പാറകളെയാണ് ടോറുകൾ എന്ന് പറയുന്നത്. ശിലാഭാഗത്തെ, പൊട്ടിപ്പിളർന്നു പോകുന്ന അവശേഷിക്കുന്ന ശിലാഭാഗത്തെ എക്സ്ഫോളിയേഷൻ ഡോം എന്നും വിളിക്കുന്നു. ടോറുകൾ രൂപം കൊള്ളാൻ കാരണം താപീയ വികാസം മൂലമാണ്. നമ്മൾ താപീയ വികാസം പഠിച്ചില്ലേ? ആ താപീയ വികാസം മൂലമാണ് ടോറുകൾ രൂപം കൊള്ളുന്നതെങ്കിൽ ഉപരിതല വസ്തുവിന്റെ നീക്കം മൂലമാണ് എക്സ്ഫോളിയേഷൻ ഡോം രൂപം കൊള്ളുന്നത്. നമുക്കറിയാം, എക്സ്ഫോളിയേഷൻ ഡോം എന്ന് പറഞ്ഞാൽ ശിലകൾ പൊട്ടിപ്പിളർന്നു പോകുമ്പോൾ ബാക്കി വരുന്ന ഭാഗമാണ് എക്സ്ഫോളിയേഷൻ ഡോം. ഉപരിതല വസ്തുവിന്റെ നീക്കം മൂലമല്ലേ എക്സ്ഫോളിയേഷൻ ഡോം ഉണ്ടാകുന്നത്. ചിന്തിച്ചാൽ മതി. എക്സ്ഫോളിയേഷൻ ഡോം രൂപപ്പെടാനുള്ള കാരണം എന്താണ്? ആ ശിലാഭാഗം മാറിപ്പോകുന്നു, മുകളിലത്തെ ശിലാഭാഗം അടർന്നു പോവില്ലേ, അപ്പോൾ ബാക്കിയുള്ള ശിലാഭാഗത്തെ നമ്മൾ എക്സ്ഫോളിയേഷൻ ഡോം അതുണ്ടാകാൻ കാരണം ഉപരിതല വസ്തുവിന്റെ നീക്കം മൂലമാണ്. എന്നാൽ താപീയ വികാസം മൂലമാണ് ടോറുകൾ രൂപപ്പെടുന്നത്. അതായത് ചെറുതും വലുതുമായിട്ട് ധാരാളം ഉരുളൻ പാറകൾ രൂപപ്പെടുന്നു. അതിനെയാണ് ടോറുകൾ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? താപീയ വികാസം, ശിലകളിൽ ഉണ്ടാകുന്ന താപീയ വികാസം, സങ്കോചവും വികാസവും ഒക്കെ വരുമ്പോൾ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? താപീയ വികാസം സംഭവിക്കുന്നു. താപീയ വികാസം മൂലമാണ് ടോറുകൾ രൂപം കൊള്ളുന്നത്. ഇനി സോളിഫ്ലക്ഷൻ എന്താന്ന് പഠിക്കണം. സോളിഫ്ലക്ഷൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഫ്ലക്ഷൻ മണ്ണോ ശിലാ അവശിഷ്ടങ്ങളോ വെള്ളത്തിൽ കുതിർന്ന് ചരിവുകളിലൂടെ താഴോട്ട് ചലിക്കുന്നതിനാണ് സോളിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മലയടിവാരത്തു നിന്നൊക്കെ നല്ല മഴ പെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ മണ്ണും ശിലാവശിഷ്ടങ്ങളുമൊക്കെ വെള്ളത്തിൽ കുതിർന്ന് ചരിവുകളിലൂടെ താഴോട്ട് ചലിച്ച് നദിയിലോ പുഴയിലോ ഒക്കെ നിക്ഷേപിക്കപ്പെടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് ചലനങ്ങളെ, മൂവ്മെന്റ്സിനെ രണ്ടായിട്ട് തിരിക്കാം. മന്ദചലനങ്ങളും ദ്രുതചലനങ്ങളും. മന്ദചലനം അല്ലെങ്കിൽ സ്ലോ മൂവ്മെന്റ്സ്.
കേൾക്കുമ്പോഴേ അറിയാം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല അല്ലേ. മന്ദചലനം എന്ന് പറഞ്ഞാൽ പതുക്കെ ചലിക്കുന്നതാണ്. പക്ഷെ മന്ദചലനങ്ങൾ ഉദാഹരണം ഏതെന്ന് നമുക്ക് ചോദിക്കാം. സ്ലോ മൂവ്മെന്റ്സ് ഉദാഹരണമാണ് ക്രീപ്പും സോളിഫ്ലെക്ഷനും. ഇപ്പം നമ്മൾ പഠിച്ച സോളിഫ്ലെക്ഷൻ ഇല്ലേ, മണ്ണോ ശിലാവിഷ്ടങ്ങളോ വെള്ളത്തിൽ കുതിർത്ത് താഴോട്ട് പോകുന്നത്, അതെന്താണ്? വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു ഫാസ്റ്റിംഗ് മൂവ്മെന്റ് അല്ല, വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് അതിനെ സോളിഫ്ലെക്ഷൻ നമുക്ക് എന്ത് പറയാം? ഒരു സ്ലോ മൂവ്മെന്റ്, മന്ദചലനം എന്ന് പറയാം. അതുപോലെ ക്രീപ്പ് എന്താന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ക്രീപ്പും സോളിഫ്ലെക്ഷനും മന്ദചലനങ്ങളാണ് അല്ലെങ്കിൽ സ്ലോ മൂവ്മെന്റ്സ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ദ്രുതചലനങ്ങൾ അല്ലെങ്കിൽ റാപ്പിഡ് മൂവ്മെന്റ്സിന്റെ ഉദാഹരണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ മണ്ണൊഴുക്ക് നമ്മുടെ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്തൊക്കെ ഈ മണ്ണും ചെളിയും ഒക്കെ ഒഴുകുന്ന പറഞ്ഞാൽ നല്ല സ്പീഡിലായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന അപ്പുറമുള്ള സ്പീഡിൽ. അതുകൊണ്ട് വയനാട് അത്രയും പേർക്ക് ഒരു പ്രശ്നം സംഭവിച്ചെന്ന് പറഞ്ഞു. ആളുകൾ അത്രയും പേര് മരിക്കാനിടയെന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് കിട്ടില്ല. അത്രയും സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഉരുൾപൊട്ടലൊക്കെ ഇതൊക്കെ ഉണ്ടാകും, ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെ സ്പീഡിലാണ് ഈ മൂവ്മെന്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മണ്ണും ചെളിയൊക്കെ അന്യായ സ്പീഡിലായിരിക്കും ഒഴുകി പോകുന്നത്. അതുപോലെ ശിലാവിഷ്ട അവലൻഷ് എന്ന് പറയും. അത് നമുക്ക് എന്താ നോക്കാം. ശിലാവിഷ്ട അവലൻഷ് അല്ലെങ്കിൽ ഡെബ്രി അവലൻഷ് എന്ന് പറയും. ഡെബ്രി അവലൻഷ് അല്ലെങ്കിൽ ശിലാവശിഷ്ട അവലൻഷ്, ഇതെല്ലാം എന്താണ്? ദ്രുതചലനങ്ങൾക്ക് ഉദാഹരണമാണ്. മന്ദചലനങ്ങൾ, സ്ലോ മൂവ്മെന്റ്സിന് ഉദാഹരണം ഏതൊക്കെയാണ്? ക്രീപ്പും സോളിഫ്ലെക്ഷനും. സോളിഫ്ലെക്ഷൻ എന്താ നമ്മൾ പറഞ്ഞു, ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. മണ്ണോ ശിലാവിഷ്ടങ്ങളോ വെള്ളത്തിൽ കുതിർന്ന് താഴ്ത്തു പോകുന്നത്, ചരിവുകളിലോട്ട് താഴ്ത്തു പോകുന്നതാണ്. അതൊരു സ്ലോ മൂവ്മെന്റ് ആണ്. അതുപോലെ ക്രീപ്പും സ്ലോ മൂവ്മെന്റ് ഉദാഹരണമാണ്. റാപ്പിഡ് മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്? മണ്ണൊഴുക്ക്, ചെളിയൊഴുക്ക്, അതുപോലെ ശിലാവിഷ്ട അവലൻഷ്, അതേപോലെ അല്ലെങ്കിൽ ഡെബ്രി അവലൻഷ്. ശിലാവിശിഷ്ട അവലൻഷിന്റെ മറ്റൊരു പേരാണ്, ഇംഗ്ലീഷ് നെയിമാണ് ഡെബ്രി അവലൻഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും എന്താണ്? റാപ്പിഡ് മൂവ്മെന്റ്സ് ഉദാഹരണമാണ്, പഠിച്ചിരിക്കുക. ക്രീപ്പ് എന്താണെന്ന് പറയാം. നമ്മൾ പറഞ്ഞു ക്രീപ്പ് മന്ദചലനം, സ്ലോ മൂവ്മെന്റ്സ് ഉദാഹരണമാണെന്ന് പറഞ്ഞു. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണ് മൂടിക്കിടക്കുന്ന മിതമായ ചരിവുള്ള ഭൂപ്രതലങ്ങളിലൂടെ വസ്തുക്കൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഇഴഞ്ഞു നീങ്ങുന്ന ഒരു മൂവ്മെന്റ്, സ്ലോ മൂവ്മെന്റ് ആണ് ക്രീപ്പ്. മണ്ണ് മൂടിക്കിടക്കുന്ന മിതമായ ചരിവുള്ള ഭൂപ്രതലങ്ങളിലൂടെ, അതായത് പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മണ്ണ് മൂടിക്കിടക്കുന്ന മിതമായ ചരിവുള്ള ഭൂപ്രതലങ്ങളിലൂടെ വസ്തുക്കൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. വളരെ സാവധാനത്തിലുള്ള സ്ലോ മൂവ്മെന്റ് ആണിത്. അതിനാൽ ഇവ പെട്ടെന്ന് നമുക്ക് കണ്ണുപിടുകയില്ല. ദീർഘകാല നിരീക്ഷണത്തോടെ മാത്രമേ ഇത്തരം ചലനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഉദാഹരണം നോക്കി, മണ്ണ്, ശിലാകഷ്ണങ്ങൾ എന്നിവയാണ് ക്രീപ്പിലൂടെ താഴേക്ക് നീങ്ങുന്നത്. ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുള്ള ടെലിഫോൺ പോസ്റ്റുകൾ, വേലിക്കല്ലുകളൊക്കെ കാലക്രമേണ ചരിഞ്ഞു വരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഉദാഹരണം എന്താണ്? ക്രീപ്പ് കാരണമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, വേലിക്കല്ലുകളൊക്കെ സൈഡിൽ നേരെ വെച്ചിട്ട് പോകുന്നതായിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ എന്താണ്, അത് പതുക്കെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതാണ്. അത് കുറേ സാവധാനം സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ, ടെലിഫോൺ പോസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? സാവധാനം കുറേ നാളിന് ശേഷം ചരിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ ക്രീപ്പിന്റെ ഉദാഹരണമാണ് കേട്ടോ. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണ് മൂടി കിടക്കുന്ന മിതമായ ചരിവുള്ള ഭൂപ്രതലങ്ങളിലൂടെ വസ്തുക്കൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണിത്. ഉദാഹരണം, മണ്ണും ശിലാകഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ക്രീപ്പിലൂടെ താഴേക്ക് വരുന്നു. ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുള്ള ടെലിഫോൺ പോസ്റ്റും വേലിക്കല്ലുകളൊക്കെ ചരിഞ്ഞിരിക്കുന്നത് എന്തിനു കാരണമാണ്? ക്രീപ്പിന് കാരണമാണ്. അപ്പോൾ ക്രീപ്പും സോളിഫ്ലെക്ഷൻ എന്ത് ഉദാഹരണമാണ്? സ്ലോ മൂവ്മെന്റ്സ് ഉദാഹരണമാണ്. റാപ്പിഡ് മൂവ്മെന്റ്സ്, ദ്രുത ചലനങ്ങൾക്ക്, വളരെ സ്പീഡിലുള്ള ചലനങ്ങളുടെ ഉദാഹരണം ഏതൊക്കെയാണ്? മണ്ണൊഴുക്ക്, ചെളിയൊഴുക്ക്, ശിലാവിഷ്ട അവലൻഷ് അല്ലെങ്കിൽ ഡെബ്രി അവലൻഷ്. ഓക്കെ, ശിലാവിഷ്ട അവലൻഷ് അല്ലെങ്കിൽ ഡെബ്രി അവലൻഷ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പീഡ് മൂവ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ, ദ്രുത ചലനമാണ്. അതായത് ആർദ്ര മേഖലകളിൽ സസ്യാവരണങ്ങൾ ഉള്ളതോ ഇല്ലാത്തതോ ആയ ചരിവുകളിലാണ് ഈ ഒരു അവലൻഷ് സംഭവിക്കുന്നത്. ചെങ്കുത്തായ ചരിവുകളിലെ ഇടുങ്ങിയ ചാലുകളിലൂടെ ശിലാവശിഷ്ടങ്ങൾ വേഗതയിൽ താഴേക്ക് പതിക്കുന്നതിനെയാണ് ശിലാവശിഷ്ട അവലൻഷ് എന്ന് പറയുന്നത്. അതായത് ചെങ്കുത്തായ ചരിവുകളിലെ ഇടുങ്ങിയ ചാലുകളിലൂടെ ശിലാവശിഷ്ടങ്ങൾ വേഗതയിൽ താഴേക്ക് പതിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ശിലാവശിഷ്ട അവലൻഷ് എന്ന് പറയുന്നത്. ചെളിയൊഴുക്കിനെക്കാട്ടിൽ വേഗതയുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ ഒരു ഡെബ്രി അവലൻഷ് എന്ന് പറയുന്നത്, അതായത് ശിലാവശിഷ്ട അവലൻഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ഫാസ്റ്റ് മൂവ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഈ ഡെബ്രി അവലൻഷ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഫാസ്റ്റ് മൂവ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഉരുൾപൊട്ടലിനെ കുറിച്ച് നമുക്ക് ടോപ്പിക് ഉണ്ട്, ലാൻഡ് സ്ലൈഡ്സ്. അപ്പം ഇത് നമുക്ക് ആൾറെഡി ഇപ്പം വയനാട് നമുക്കൊരു ഉരുൾപൊട്ടൽ ഉണ്ടായത് കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രധാനമായിട്ട് ഉരുൾപൊട്ടൽ എന്താണെന്നും പറയേണ്ട കാര്യമില്ല. ഉരുൾപൊട്ടൽ അഥവാ മലയിടിച്ചിൽ താരതമ്യേന വേഗതയേറിയ ഒരു പ്രോസസ്സാണ്. അതുപോലെ നമുക്ക് ദൃശ്യമായിട്ടുള്ള ഒരു ചലനമാണ്, നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചലനമാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. വരണ്ട വസ്തുക്കളൊക്കെയാണ്, അതായത് ഈ പറയുന്ന പാറകളും വലിയ പാറകളും ശിലാവശിഷ്ടങ്ങളും ഒക്കെയാണ് ഉരുൾപൊട്ടി താഴേക്ക് വരുന്നത്. വസ്തുക്കളുടെ ചലന രീതിക്ക് അനുസരിച്ചിട്ട് ഉരുൾപൊട്ടലിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം.
ഒന്ന് ഇടിഞ്ഞിറങ്ങൽ അല്ലെങ്കിൽ സ്ലംബ്, 2 ശിലാവിശിഷ്ട തെന്നൽ, ഡെബ്രി സ്ലിപ്പ് എന്ന് പറയാം, ഡെബ്രി സ്ലിപ്പ്, 3 ശിലാതെന്നൽ, റോക്ക് സ്ലൈഡ്, 4 ശിലാവീഴ്ച, റോക്ക് ഫാള്. ഉരുൾപൊട്ടലിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. താഴെ പറയുന്നവയിൽ ഉരുൾപൊട്ടലുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. 4ആയിട്ട് നമുക്ക് ഉരുൾപൊട്ടലിനെ തിരിക്കാം. അതായത് ഉരുൾപൊട്ടലിനെ അതിന്റെ ചലന രീതിക്കനുസരിച്ച്, വസ്തുക്കളുടെ ചലന രീതിക്കനുസരിച്ചിട്ട് ഉരുൾപൊട്ടലിനെ നമുക്ക് 4ആയി തിരിക്കാം. ഇടിഞ്ഞിറങ്ങുക സ്ലംബ്, ശിലാവശിഷ്ട തെന്നൽ ഡെബ്രി സ്ലിപ്പ്, അതായത് നമ്മുടെ ശിലാവിഷ്ട അവലൻസ് തന്നെ, ശിലാതെന്നൽ റോക്ക് സ്ലൈഡ്, ശിലാവീഴ്ച അല്ലെങ്കിൽ റോക്ക് ഫാള്. ഇടിഞ്ഞിറങ്ങൽ എന്ന് പറഞ്ഞാൽ, സ്ലംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ചരിവിനനുസരിച്ച്, അതായത് നമ്മുടെ ആ ചരിവിന്, ആ ഒരു മലയുടെ ചരിവിനനുസരിച്ച് ശിലാവശിഷ്ടങ്ങൾ പിന്നിലേക്ക് കറങ്ങി താഴേക്ക് വീഴുന്നതിനെയാണ് ഇടിഞ്ഞിറങ്ങൽ എന്ന് പറയുന്നത്. അതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇടിഞ്ഞിറങ്ങലൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി വരുന്നാൽ മതി, എന്താണെന്ന് പഠിക്കേണ്ട. അതായത് ശിലാവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്നിലേക്ക് കറങ്ങി താഴേക്ക് വീഴുന്നതിനെയാണ് ഇടിഞ്ഞിറങ്ങൽ എന്ന് പറയുന്നത്. ശിലാവശിഷ്ട തെന്നലുണ്ട്, ഡെബ്രി സ്ലിപ്പ് ഉണ്ട്. അതായത് ശിലാവശിഷ്ടങ്ങൾ കീഴ്ക്കാൻ തൂക്കായ ചരിവുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നതിനെയാണ് ശിലാവശിഷ്ട തെന്നൽ എന്ന് പറയുന്നത്. തെന്നി താഴേക്ക് വീഴുന്നതിനാണ് ഡെബ്രി സ്ലിപ്പ് എന്ന് പറയുന്നത്. റോക്ക് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ശിലപാളികളുടെ ഉപരിതലത്തിലൂടെയോ അല്ലെങ്കിൽ ആ ഭ്രംശതലത്തിലൂടെയോ താഴ്വാരത്തിലൂടെയൊക്കെ താഴേക്ക് തെന്നി വീഴുന്നതിനാണ് ശിലാതെന്നൽ എന്ന് പറയുന്നത്. ചെങ്കുത്തായ ചരിവുകളിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ശിലാതെന്നൽ സംഭവിക്കുന്നത്. അത് വളരെ വേഗതയേറിയതും ഭയങ്കര വിനാശകാരിയായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ശിലാതെന്നൽ അല്ലെങ്കിൽ റോക്ക് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വയനാട് സംഭവിച്ചത് എന്താണ്, റോക്ക് സ്ലൈഡാണ്, ശിലാതെന്നലാണ്. ശിലകൾ എന്ത് ചെയ്യുന്നു, ചെങ്കുത്തായ ചരിവുകളിലൂടെ തെന്നി വളരെ വേഗതയിലും വിനാശകാരമായിട്ട് എന്ത് ചെയ്തു സംഭവിച്ചാണ് ഈ ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്, ശിലാതെന്നൽ എന്ന് പറയുന്നത്. അതേപോലെ ശിലാവീഴ്ച, റോക്ക് ഫാള്, ഒരു ചെങ്കുത്തായ ചരിവിൽ നിന്ന് ശില താഴേക്ക് പതിക്കുന്നതിനാണ് ശിലാവീഴ്ച. ഇത് മെയിൻലി എല്ലാം ഒരേ പ്രോസസ് ആണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ സംഭവത്തിനകത്തുള്ളത്. അതായത് അതിന്റെ ആ വസ്തുവിന്റെ എന്താ പറയുക, ആ ഒരു ചലന രീതിക്ക് അനുസരിച്ചിട്ടാണ് ഇതിനെ 4ആയിട്ട് തിരിക്കുന്നത്. ശിലാവീഴ്ച അല്ലെങ്കിൽ റോക്ക് ഫാൾ എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ ചരിവിൽ നിന്ന് ശില താഴേക്ക് പതിക്കുന്നതാണത്. ശിലാവീഴ്ച ഉണ്ടാകുമ്പോൾ ആ ഒരു ശിലയുടെ ഉപരിതല പാളി എന്ത് ചെയ്യുന്നു, ഇളകി താഴോട്ട് പതിക്കുന്നു. അപ്പൊ അതിനാലാണ് ശിലാതെന്നൽ പോലെ ഇത് ശിലയെ വളരെ ആഴത്തിൽ ബാധിക്കുന്നില്ല. അപ്പം ശിലാവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചെങ്കുത്തായ ചരിവിൽ നിന്നും ശില താഴേക്ക് പതിക്കുന്നതിനെയാണ് ശിലാവീഴ്ച എന്ന് പറയുന്നത്. ഇത് ശിലയുടെ ഉപരിതല പാളി ഇളകി താഴോട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്, മൊത്തത്തിൽ വീഴുന്നില്ല. അതുകൊണ്ട് തന്നെ ശിലാതെന്നൽ പോലെ അത്രയും വലിയൊരു ആഴത്തിൽ ഇത് ബാധിക്കാത്ത ഒരൊന്നാണ് ശിലാവീഴ്ച എന്ന് പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വിനാശകാരിയായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ശിലാതെന്നലാണ്, റോക്ക് സ്ലൈഡ് ആണ്. ഓക്കെ, അപ്പം ചലനരീതിക്ക് അനുസരിച്ചുകൊണ്ട് ഉരുൾപൊട്ടലിനെ 4ആയിട്ട് തിരിക്കാം. ഇടിഞ്ഞിറങ്ങൽ അല്ലെങ്കിൽ സ്ലംബ്, ശിലാവശിഷ്ട തെന്നൽ ഡെബ്രി സ്ലിപ്പ്, ശിലാതെന്നൽ റോക്ക് സ്ലൈഡ്, ശിലാവീഴ്ച റോക്ക് ഫാൾ. അതിനകത്ത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒന്നാണ് ശിലാതെന്നൽ എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ നമ്മൾ ശിലാവിഷ്ട അവലൻസുകളും ഉരുൾപൊട്ടലും ഹിമാലയത്തിൽ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഹിമാലയത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. അതുകൊണ്ട് അത് വേണം നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ശിലാവിഷ്ട അവലൻസ്, ഉരുൾപൊട്ടല് ഇവയൊക്കെ ഹിമാലയ പർവ്വതത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകാറുള്ള കാര്യങ്ങളാണ്. അതിന്റെ കാരണങ്ങൾ, ടെക്ടോണിക് ചലനങ്ങൾ ഹിമാലയത്തിൽ സജീവമാണ്. അപ്പൊ ഹിമാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതെന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. ഈ ഹിമാലയത്തിൽ എന്ത് സജീവമാണെന്ന് മനസ്സിലാക്കുക. ടെക്ടോണിക് ചലനങ്ങൾ സജീവമാണ്. അവസാദ ശിലകൾ കൊണ്ടും ദൃഢീഭവിച്ചതോ പാതി ദൃഢീഭവിച്ചതോ ആയ നിക്ഷേപങ്ങൾ കൊണ്ടുമാണ് ഹിമാലയം രൂപപ്പെട്ടിട്ടുള്ളത്. അവസാദ ശിലകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഹിമാലയം അവസാദ ശിലകൾ കൊണ്ടാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അവസാദ ശിലകൾ കൊണ്ടും അതേപോലെ ദൃഢീഭവിച്ചതോ പാതി ദൃഢീഭവിച്ചതോ ആയിട്ടുള്ള നിക്ഷേപങ്ങൾ കൊണ്ടുമാണ് ഹിമാലയം രൂപപ്പെട്ടിട്ടുള്ളത്. നിരവധി ചെങ്കുത്തായ ചരിവുകൾ ഹിമാലയത്തിലുണ്ട്. അപ്പൊ ഈ 3 പ്രത്യേകതകൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഹിമാലയത്തിന്റെ പ്രത്യേകതകളാണ് ടെക്ടോണിക് ചലനങ്ങൾ ഹിമാലയത്തിലുണ്ട്, അവസാദ ശിലകൾ കൊണ്ടും ദൃഢീഭവിച്ചതോ പാതി ദൃഢീഭവിച്ചതോ ആയ നിക്ഷേപങ്ങൾ കൊണ്ടുമാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്, നിരവധി ചെങ്കുത്തായ ചരിവുകൾ ഹിമാലയത്തിനുണ്ട്. അതേപോലെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം നീലഗിരിയുടെയും പശ്ചിമഘട്ടത്തിന്റെയും പ്രത്യേകതകൾ. അതായത് ഹിമാലയത്തെ അപേക്ഷിച്ചുകൊണ്ട് നീലഗിരിയും പശ്ചിമഘട്ടവും വളരെ ഉറപ്പുള്ള ശിലകളാൽ നിർമ്മിതമാണ്. ആ ഒരു പോയിന്റൂടെ മനസ്സിലാക്കുക. ഹിമാലയം അവസാദ ശിലകൾ കൊണ്ട് നിർമ്മിതമാണെങ്കിൽ അതിനെ അപേക്ഷിച്ച് നീലഗിരിയും പശ്ചിമഘട്ടവും വളരെ ഉറപ്പുള്ള ശിലകളാൽ നിർമ്മിതമാണ്. അവയ്ക്ക് ടെക്ടോണിക് സ്ഥിരതയുണ്ട് എന്നും മനസ്സിലാക്കുക. അതുപോലെ നീലഗിരിയെയും പശ്ചിമഘട്ടത്തെയും ഭൂരിഭാഗം ചരിവുകളും വളരെ ചെങ്കുത്തായതാണ്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. നീലഗിരിയിലെയും പശ്ചിമഘട്ടത്തിലെയും ഭൂരിഭാഗം ചരിവുകളും എന്താണ്, വളരെ ചെങ്കുത്തായതാണ്. താപാന്തരവും താപവ്യതിയാനവും മൂലമുള്ള ഭൗതിക അപക്ഷയ പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ പ്രകടമാണ്. അതായത് ഭൗതിക അപക്ഷയ പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്.
ചെറിയ കാലയളവുകളിൽ ഇവിടെ ശക്തമായ മഴ ലഭിക്കുന്നു. ഹിമാലയത്തെ അപേക്ഷിച്ച് ചെറിയ കാലയളവുകളിൽ പോലും ഇവിടെ ശക്തമായ മഴ ലഭിക്കുന്നു. ശിലാവശിഷ്ട അവലാൻഷ്, ഉരുൾപൊട്ടൽ എന്നിവയോടൊപ്പം ഇവിടെ ശിലാവീഴ്ചയും ഉണ്ടാകാറുണ്ട്. അപ്പൊ നീലഗിരിയിലെയും പശ്ചിമഘട്ടത്തിലെയും കോമൺ ആയിട്ടുള്ള രണ്ട് പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. നീലഗിരിയിലെയും പശ്ചിമഘട്ടത്തിലെയും ഭൂരിഭാഗം ചരിവുകളും വളരെ ചെങ്കുത്താണ്. താപാന്തരവും താപവ്യതിയാനവും മൂലമുള്ള ഭൗതിക അപക്ഷയ പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ പ്രകടമായിട്ട് നടക്കാറുണ്ട്. ചെറിയ കാലയളവിൽ ഇവിടെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ശിലാവശിഷ്ട അവലൻഷ്, ഉരുൾപൊട്ടൽ എന്നിവയോടൊപ്പം ഇവിടെ ശിലാവീഴ്ചയും ഉണ്ടാകാറുണ്ട്. അപ്പൊ നീലഗിരിയുടെയും പശ്ചിമഘട്ടത്തിലെ ഇത്രയും പ്രത്യേകതകളും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഹിമാലയത്തിന്റെ പ്രത്യേകതകളും അതേപോലെ നീലഗിരിയുടെയും പശ്ചിമഘട്ടത്തിന്റെയും പ്രത്യേകതകൾ കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. കാരണം ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാവുന്ന ഒന്നാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിപ്പിച്ചത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ ഏതെല്ലാമാണെന്ന്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ വെറുതെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. നമ്മൾ ഭൗമോപരിതലത്തിന്റെ പ്രത്യേകതകളാണ് പഠിച്ചത്. 2 ബലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ബലങ്ങൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും രീതിയിൽ സംഭവിക്കുന്നതാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബാഹ്യബലങ്ങളും ആന്തരിക ബലങ്ങളും ബാഹ്യജന്യ ബലങ്ങളും അന്തർജന്യ ബലങ്ങളും ഇവയുടെ പ്രത്യേകതകളും ഒരു ഉദാഹരണങ്ങളും എല്ലാം പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വിരൂപണ ചലനങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും ഡയസ്ട്രോഫിസവും അപക്ഷയവും അതുപോലെ തന്നെ വഹനവും നിക്ഷേപണവും വിരൂപണ ചലനങ്ങളുടെ പ്രത്യേകതകളും അതിനുദാഹരണങ്ങളും പർവ്വത രൂപീകരണവും അതേപോലെ ഭൂഖണ്ഡ രൂപീകരണ ചലനങ്ങളുടെയും വ്യത്യാസങ്ങളും എക്സ്ഫോളിയേഷനും അതേപോലെ തന്നെ എക്സ്ഫോളിയേഷൻ ഡോമും ടോറുകളും സോളിഫ്ലക്ഷനും ഇവയെല്ലാം നമ്മൾ പഠിച്ചു. അതുപോലെ സ്ലോ മൂവ്മെന്റ്സ് പഠിച്ചു, റാപ്പിഡ് മൂവ്മെന്റ്സ് പഠിച്ചു, ക്രീപ്പ് എന്താണെന്ന് പഠിച്ചു, ഉരുൾപൊട്ടലും അതിന്റെ പ്രത്യേകതകളും പഠിച്ചു, ഹിമാലയത്തിന്റെ പ്രത്യേകതകളും നീലഗിരിയും പശ്ചിമഘട്ടത്തിന്റെയും പ്രത്യേകതകളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക, ഒരു വട്ടം കണ്ടിട്ടും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും 2-3 പ്രാവശ്യം കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ടത് മനസ്സിലാവും. എന്നിട്ട് ആ നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കുന്ന നോട്ടുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്യുക. റിവിഷനാണ് മെയിൻ, മനസ്സിലായോ? അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. റിവൈസ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. അപ്പം അത്രത്തോളം നമ്മളത് വീണ്ടും വീണ്ടും പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.